എല്ലായിടത്തും മൊബൈലാണ്. എല്ലാവർക്കും വേണ്ടതും മൊബൈലാണ്. 6 മാസമായ ചെറിയ കുട്ടി മുതൽ 90 വയസ്സായ വല്യുപ്പ വരെ മൊബൈലിന് അഡിക്റ്റാണ്. അനുസരണയുടെ മാർഗം പോലും മൊബൈലായി മാറിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ കുട്ടിക്ക് മൊബൈൽ വേണം. മുടി വാരാൻ മൊബൈൽ കാണണം. മൈലാഞ്ചി ഇടാൻ മൊബൈൽ വേണം. മരുന്ന് കുടിക്കാൻ മൊബൈൽ വേണം. തുടങ്ങി ജീവിതത്തിൻ്റെ ഏതു കാര്യങ്ങളും മൊബൈലുമായി ബന്ധപ്പെട്ട ഒരു കാലമാണ്. നിർത്തിയാൽ നിൽക്കാനൊന്നും പോകുന്നില്ല. എല്ലാവരും സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റായി മാറിയിട്ടുണ്ട്. ഒരു ദിവസം ഭക്ഷണം കിട്ടാതിരുന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ 1 മണിക്കൂർ സമയം നെറ്റില്ലാത്തൊരവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കുട്ടികളിൽ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം. വാശി പിടിക്കും. കൊടുത്തില്ലെങ്കിൽ അവർ പരാക്രമങ്ങൾ കാണിക്കും. സ്വഭാവത്തിൽ വൈകൃതങ്ങൾ കാണിക്കും. പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം രക്ഷിതാക്കളൊക്കെ പരാജയപ്പെട്ടു പോവുകയാണ്. ഞാൻ ChatGPT യോട് ചോദിച്ചു കുട്ടികളുടെ മൊബൈൽ ഉപയോഗത്തെക്കുറിച്ച്. അതിൻ്റെ ശാരീരിക പ്രയാസങ്ങളും മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെ വിശദീകരിച്ചു തന്നു. കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. 10 രാജ്യങ്ങളെ എണ്ണിയിട്ട് ആ 10 രാജ്യങ്ങളിൽ 16 വയസ്സിന് താഴെയുള്ള മക്കൾ സോഷ്യൽ മീഡിയ ഉപയോഗം പൂർണ്ണമായോ ഭാഗികമായോ നിരോധിച്ചിട്ടുണ്ട് എന്ന്. പല ആപ്പുകളും 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അലൗഡ് അല്ല. സോഷ്യൽ മീഡിയ പഠന സമയത്ത് ഉപയോഗിക്കുന്നതിന് വിലക്കിയിട്ടുണ്ട്. അതിൽ ഫ്രാൻസുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, UAE ഉണ്ട്, അതുപോലെയുള്ള രാജ്യങ്ങൾ, മലേഷ്യയുണ്ട്, ഇന്തോനേഷ്യയുണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളും അവരുടെ നാട്ടിൽ 16 വയസ്സിനു താഴെയുള്ള മക്കൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിയന്ത്രണം വരുത്തിയിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, 140 കോടി വസിക്കുന്ന ഈ രാജ്യത്ത് അത്തരം നിയമങ്ങൾ ഒരുപക്ഷെ സാധ്യമായിക്കൊള്ളണമെന്നില്ല ഗവൺമെൻറ് തലത്തിൽ. പക്ഷേ നമ്മുടെ വീട്ടിൽ ഒരു പ്രധാനമന്ത്രിയും ഒരു ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഉണ്ടല്ലോ. ആ വീട്ടിൻ്റെ ഉമ്മ, ആ വീട്ടിൻ്റെ ഉപ്പ, അവർക്ക് ആ വീട്ടിൽ ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്താം. നമ്മുടെ മക്കൾ നമുക്ക് തന്നെ കിട്ടാൻ വേണ്ടി, നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി, നമ്മുടെ മക്കൾ അവിശുദ്ധ ബന്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി, നമ്മുടെ മക്കൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തണം. ജാഗ്രത പാലിക്കണം. പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും കരുതൽ അത്യാവശ്യമാണ്. 15 വയസ്സിന് താഴെയുള്ള ആളുകൾ ഈ വീട്ടിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്ന് തീരുമാനിക്കാൻ പാപ്പക്കും ഉമ്മക്കും കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമുക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടും.